അപ്പോൾ ഇനി അടുത്ത് നമുക്ക് റേഷ്യോ ഓഫ് 2 സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ ഓഫ് എ ഡാംഡ് ലോഞ്ചിറ്റ്യൂഡൽ സിസ്റ്റമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചായിരുന്നല്ലോ എക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എക്സ് ഈക്വൾ ടു കഴിഞ്ഞ വീഡിയോയിൽ ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ്റെ എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൾ ടു എന്തായിരുന്നു, ക്യാപിറ്റൽ ലെറ്റർ എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ഇൻറ്റു ടി ഇൻറ്റു സൈൻ ഓഫ് എന്തെന്ന് പറഞ്ഞു, ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ഡി ടി പ്ലസ് ഒമേഗ ഡി എന്ന് പറഞ്ഞാൽ സഫിക്സ് ആയിട്ട് ഡി, അത് ഒരു ടൈം, ടി എന്ന് പറയുന്ന ഒരു ടൈമാണ്, പ്ലസ് എന്താണ് ഫേസ് ഡിഫറൻസ് ആണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് ഡാംഡ് വൈബ്രേഷനാണ്, അതായത് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ കുറഞ്ഞു വരുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ടൈം എന്ന് പറഞ്ഞാൽ അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്സ് വൈബ്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ടൈം ടി ഇത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വിടുമല്ലേ, അപ്പോഴാണ് ടൈം 0 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ നമ്മൾ അറ്റ് ടൈം ടി ഈക്വൽ ടു 0 ലെറ്റ് എക്സ് 0 ഈസ് ഈക്വൽ ടു എന്താണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് 0 ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് അറ്റ് ദ സ്റ്റാർട്ട് മോഷൻ. ആംപ്ലിറ്റ്യൂഡ് അറ്റ് ദ സ്റ്റാർട്ട് മോഷൻ. അപ്പോൾ അതാണ് കറണ്ട് പോയി, എന്നാലും കാണാമല്ലോ, ആംപ്ലിറ്റ്യൂഡ് അറ്റ് ദ സ്റ്റാർട്ട് മോഷൻ, അതാണ് എക്സ് 0 എന്ന് പറയുന്നത്. അപ്പം എക്സ് 0 ആണ് അതെങ്കിൽ അപ്പോൾ x1 എന്ന് പറയുന്നത് എന്താണ്, ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആംപ്ലിറ്റ്യൂഡ് അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡ്. അതായത് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ നോക്കിയപ്പം നമ്മൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ ഒരു മോഷൻ കംപ്ലീറ്റ് പീരിയോഡിക്കലി റിപ്പീറ്റ് ചെയ്യുന്ന മോഷനാണ് നമുക്ക് വൈബ്രേറ്ററി മോഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയാൽ ഇവിടം വരെയുള്ള ഈ അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന ടൈമാണ് നമുക്ക് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടി ഡി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു മോഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ടി എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ടി ഈസ് ഈക്വൾ ടു നമ്മൾ എന്തെന്ന് എടുക്കുന്നു, ടി ഡി എന്ന് എടുക്കുന്നു. അതായത് ടൈം ഫോർ ഓസിലേഷൻ എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൾ ടു നമ്മൾ ടി ഡി എന്ന് എടുത്തു. ആ സമയത്തെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷനാണ് എന്തോന്ന്, x1 എന്ന് പറഞ്ഞാൽ ഒരു മോഷൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ മോഷൻ കഴിഞ്ഞതിന് ശേഷമുള്ളത് എന്താണ്, നമ്മൾ എന്തെടുക്കും, x2. അതായത് നമുക്ക് ഇത് കഴിഞ്ഞ് അപ്പോൾ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഈ സാധനമായിരിക്കും നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ x1 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ടൈം ഈക്വൾ ടു 0 നമ്മൾ ആംപ്ലിറ്റ്യൂഡ് തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ എക്സ് ഈക്വൾ ടു എന്തെന്നെടുത്തു, x0 എന്ന് എടുത്തു, ടി ഈക്വൾ ടു 0 കണ്ടീഷൻ. ഇനി എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചാണ് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുക ടീരെ ഇതെടുക്കുന്നത്. ഇനി രണ്ടാമത്തെ അടുത്ത ഒരു സൈക്കിളും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടൈം പീരീഡും കൂടെ എടുക്കത്തില്ലേ. അപ്പോൾ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ x2 എന്ന് എടുത്തു. അപ്പോൾ നമുക്കിവിടെ എന്തുണ്ട്, x1 ഉണ്ട്, x2 ഉണ്ട്. അപ്പോൾ x2 എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് അറ്റ് ടി ഈക്വൽ ടു എന്തായിരിക്കും, 2TD ആയിരിക്കും. അതായത് ഇവിടെ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ TD + TD, അപ്പം x2. അപ്പം നമുക്കിത് പറയാൻ പറ്റും ആഫ്റ്റർ, ഇതിപ്പം ഇനിഷ്യൽ ആംപ്ലിറ്റ്യൂഡാണ്, ബിഫോർ സ്റ്റാർട്ടിങ് ദ ഓസിലേഷൻ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഈസ് x0. ഇതെന്ന് x1 എന്ന് പറയുന്നത് ആഫ്റ്റർ എന്താണ്, കംപ്ലീറ്റിംഗ് 1 ഓസിലേഷൻ അല്ലെങ്കിൽ 1 മോഷൻ, 1 സൈക്കിൾ. ഇതെന്നാണ് ആഫ്റ്റർ സെക്കൻഡ് ഓസിലേഷൻ ഓർ സെക്കൻഡ് സൈക്കിൾ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ x1 x2 x3 എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പം തൊട്ടടുത്തുള്ള രണ്ട് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ xn-ഉം പിന്നെ എന്തുമായിരിക്കും, xn+1 ആയിരിക്കും. അപ്പോൾ ഈ തൊട്ടടുത്തുള്ള രണ്ട് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ്റെ റേഷ്യോ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ആ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ലോഗരിഥമിക് ഡിക്രിമെൻ്റ് എന്ന് പറയുന്ന സാധനവും ഇതിൻ്റെ ഡെറിവേഷനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ലോഗരിഥമിക് ഡിക്രിമെൻ്റ് എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള രണ്ട് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ്റെ റേഷ്യോ ചോദിച്ചാലും നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഡെറിവേഷൻ തന്നെയാണ്. കണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് xn+ഉം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം കണക്റ്റഡ് ആണ്. ഒരു സ്ഥലത്ത് തുടങ്ങി, അതായത് നമ്മൾ തുടങ്ങിയത് എവിടെയാണെന്ന് ഇപ്പോഴും ഓർമ്മ വേണം. നമ്മൾ തുടങ്ങിയത് ഇവിടെയാണ്.
ഇതിൽ നിന്ന് തുടങ്ങിയ ഡാംഡ് ലോഞ്ചുറൽ വൈബ്രേഷൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന സാധനത്തിൽ നിന്ന് തുടങ്ങി കുറേ സാധന ടൈംസ് പഠിച്ചു. അണ്ടർ ഡാംഡ്, ക്രിട്ടിക്കലി ഡാംഡ്, ഓവർ ഡാംഡ് വന്നു. അതിൻ്റെ ഓരോന്നും എടുത്ത് പഠിച്ചു. അതിനുശേഷം ക്രിട്ടിക്കലി ഡാംഡും അണ്ടർ ഡാംഡിലേക്ക് വന്നതിന് ശേഷം അതാണ് ഒരു ഡാംഡ് ലോഞ്ചുറൽ വൈബ്രേഷനായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു, ഗ്രാഫ് വരച്ചു. അതിനുശേഷം ആണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്? അതിനുശേഷമാണ് നമ്മൾ ഈ ലോഗരിഥമിക് ഡിക്രിമെൻ്റ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് പോകും. അപ്പോൾ ഇതെടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയാൽ മതി. ഇത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരത്തില്ല. ബട്ട് ഇതിനിടയ്ക്ക് വരെ, അതായത് അണ്ടർ ഡാംഡ്, ക്രിട്ടിക്കലി ഡാംഡ്, ഓവർ ഡാംഡ് വരുവാണെങ്കിൽ നമ്മളെല്ലാം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ ലോഗരിഥമിക് ഡിക്രിമെൻറ്റ് പഠിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക? ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. റേഷ്യോ ഓഫ് 2 സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ലോഗ് എടുക്കുമ്പോഴാണ് അതിൻ്റെ ലോഗരിഥമിക് ഡിക്രിമെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ലോഗരിഥമിക് ഡിക്രിമെൻ്റിൻ്റെ ഡെറിവേഷൻ ചോദിച്ചാലും അല്ലെങ്കിൽ റേഷ്യോ ഓഫ് 2 സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ്റെ റേഷ്യോ ചോദിച്ചാലും നമ്മൾ തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്. അത് ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് t=0 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എക്സിൻ്റെ സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം? x0 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, അറ്റ് t=0, ടിയുടെ വാല്യൂ 0 കൊടുക്കുമ്പം സ്മാൾ ലെറ്റർ x എന്താവും? ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ x0 ആവും. അപ്പം ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് ഞാൻ x0 കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടിയുടെ സ്ഥലത്ത് 0, മൈനസ് ഓഫ് സീറ്റ ഒമേഗ ആൻഡ് ടി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇ റേസ് ടു 0 വരും. ഇൻറ്റു എന്താണ്? സൈൻ ഓഫ് ഒമേഗ ഡി ഇൻറ്റു ടി. ടി എന്ന് പറഞ്ഞാൽ സൈൻ അത് 0 വരും, പ്ലസ് എന്ത് വരും? 5 വരും. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇക്വേഷൻ കിട്ടും x0 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു 0 1 ആണ്. സൈൻ ഒമേഗ ഡി ഇൻറ്റു ടി 0 ആയി പോകും. അപ്പോൾ സൈൻ 5 മാത്രം വരും. എക്സ് ഇൻറ്റു സൈൻ 5, ഇക്വേഷൻ നമ്പർ 1. ഇനി അറ്റ് ടി ഈസ് ഈക്വൽ ടു ടി ഡി, അതായത് അവിടുത്തെ ഒരു ടൈം പീരീഡ്, ആഫ്റ്റർ ഓൺ ഓസിലേഷൻ ടി ബിക്കംസ് ടി ഡി. ദെൻ എക്സിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കൊടുക്കുക? x1. അതായത് ഒരു ഓസിലേഷൻ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? x1 ആണ്. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നാൽ എക്സിൻ്റെ സ്ഥലത്ത് ഞാൻ x1 കൊടുക്കും, വിച്ച് ഇസ് ഈക്വൽ ടു ടിയുടെ സ്ഥലത്ത് സ്മാൾ ടിയുടെ സ്ഥലത്ത് ക്യാപിറ്റൽ ടി ഡി ടൈം പീരീഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് സീറ്റ ഇൻറ്റു ഒമേഗ എൻ ഇൻറ്റു ടിയുടെ സ്ഥലത്ത് നമ്മൾ ടി ഡി എന്ന് കൊടുത്തു, ഇൻറ്റു നമുക്ക് ബ്രാക്കറ്റിനകത്ത് എന്തുണ്ട്? സൈൻ ഓഫ് ഒമേഗ ഡി ഇൻറ്റു ടി ഡി പ്ലസ് എന്തെന്ന് വരും? 5 എന്ന് വരും. അപ്പോൾ ഇതാണ് വേറൊരു ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോവാണ്. അപ്പം ഈ ഒമേഗ ഡി ഇൻറ്റു ടി ഡി എന്ന് പറയുന്ന ഒരു സാധനം ഡിഫൈൻ ചെയ്യണം. അപ്പം നേരത്തെ പറയേണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയി. ഒമേഗ എൻ എന്ന് പറയുന്നത് വെച്ചിട്ട് ഒമേഗ ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ആണെന്നുള്ളത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സാധനമാണ് ഒമേഗ ഡി. അപ്പോൾ ഈ ഒമേഗ ഡി വെച്ച് നമുക്ക് ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ കണ്ടുപിടിക്കാം. നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ, ഡാംപ്ഡ് ഫ്രീക്വൻസി എന്ന് പറയുന്ന സാധനം എഫ് ഡി എന്ന് പറയുന്നതാണ് ഡാംപ്ഡ് ഫ്രീക്വൻസി, വിച്ച് വിൽ ബി ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഒമേഗ ഡി ഡിവൈഡഡ് ബൈ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? 2π എന്ന് പറയാൻ പറ്റും. ഓക്കെ. ഒമേഗ ഡി ഡിവൈഡഡ് ബൈ 2π ആണ് എഫ് ഡി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടി ഡി എന്ന് പറയുന്നത് ടി ഡി ഈസ് ഈക്വൽ ടു 1 നമുക്ക് എന്തെന്ന് പറയാം? എഫ് ഡി എന്ന് പറയാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ് ഒമേഗ എൻ ബൈ 2π, അല്ലെങ്കിൽ 2π എഫ് ആണ് ഒമേഗ. അവിടെ നിന്ന് ഒമേഗ ഡി കൊടുക്കുമ്പോൾ അത് എഫ് ഡി ആയി, ഡാംപ്ഡ് വൈബ്രേഷൻസിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആയി. ഇത് ടി ഡി എന്ന് പറയുന്നത് ഡാംപ്ഡ് വൈബ്രേഷൻസിൻ്റെ ടൈം പീരീഡ് ആയി. അപ്പം 1/FD കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വരുത്തുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് ഈ ടി ഡിക്ക് പകരം ഈ 1/FD എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തിരിച്ചിടുമ്പോൾ എന്ത് കിട്ടും? 2π ഡിവൈഡഡ് ബൈ ഒമേഗ ഡി എന്ന് കിട്ടത്തില്ലേ? നമുക്ക് പ്രോബ്ലത്തിൽ വേണ്ട സാധനമാണ്, അപ്പോൾ ഡിസ്കസ് ചെയ്യാമെന്ന് പറയും. പക്ഷേ ഇവിടെയും വേണം അത്. ഇപ്പോൾ 2π ബൈ ഒമേഗ ഡി എന്ന് പറഞ്ഞ സാധനം കിട്ടും. അത് ഇവിടെ എനിക്ക് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ആ സാധനം ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ x1 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് സീറ്റ ഇൻറ്റു ഒമേഗ എൻ ഇൻറ്റു ടി ഡി ഇൻറ്റു സൈൻ ഓഫ് എന്താണ്? ഒമേഗ ഡി ഇൻറ്റു നമുക്ക് എന്തെന്ന് കിട്ടും? സൈൻ ഓഫ് ഒമേഗ ഡി ഇൻറ്റു ടി ഡി. ടി ഡിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? 2π ബൈ ഒമേഗ ഡി എന്ന് കൊടുക്കാം, പ്ലസ് 5 എന്ന് പറയുന്ന സാധനം കൊടുക്കാം. അപ്പോൾ ഒമേഗ ഡി അവിടെ എന്ത് ചെയ്ത് പോയി? ക്യാൻസൽ ചെയ്ത് പോയി. ഒമേഗ ഡിയും ക്യാൻസൽ ചെയ്ത് പോയാൽ സൈൻ 2π പ്ലസ് 5 എന്നാവത്തില്ലേ? അപ്പോൾ ഇക്വേഷൻ x1 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് സീറ്റ ഇൻറ്റു ഒമേഗ എൻ ഇൻറ്റു ടി ഡി ഇൻറ്റു സൈൻ ഓഫ് എന്താണ്? 2π പ്ലസ് 5, സൈൻ 5, സൈൻ 180 പ്ലസ് 5, സൈൻ 360 പ്ലസ് 5, എല്ലാം സൈൻ 5 ആണ്. അതായത് 180യുടെ മൾട്ടി സൈൻ nπ പ്ലസ് 5 എന്ന് പറയുന്നത് സൈൻ ഓഫ് nπ പ്ലസ് 5 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സൈൻ 5 തന്നെയാണ്.
അപ്പോൾ സൈൻ 2π + 5 ആയാലും, അതായത് സൈൻ 180 + 5 ആയാലും, സൈൻ 360 + 5 ആയാലും, സൈൻ 360 × 1 അതായത് n × π, സൈൻ nπ + 5 എന്ന് പറഞ്ഞാൽ സെയിം ഫംഗ്ഷൻ വരും. 90 + 5 വന്നിരുന്നെങ്കിൽ എന്താണ് കോ ഫംഗ്ഷൻ, അതായത് സൈൻ ഫംഗ്ഷൻ സൈൻ 90 + 5 = cos 5 എന്ന് വന്നേ കൊച്ചു ക്ലാസ് പഠിച്ചുള്ളൂ. അപ്പോൾ സൈൻ 2π + 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം, സൈൻ 5 എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ എന്താണ് 2. അപ്പോൾ 1 ഉണ്ട് 2 ഉണ്ട്. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 3ലേക്ക് പോകണമെങ്കിൽ അറ്റ് t = ടൈം പീരീഡ് ഒന്നുകൂടെ നമുക്ക് പ്രാക്ടീസ് ആവാൻ വേണ്ടി ഞാൻ പറയുകയാണ് 2td. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x = x2 ആഫ്റ്റർ എന്താണ് 2 ഓസിലേഷൻസ്. ദാറ്റ് x2 becomes x2 = x × e raised to -θ ഒമേഗ n × ടിയുടെ സ്ഥലത്ത് എന്ത് വരും 2td എന്ന് വരും ഇൻറ്റു സൈൻ ഓഫ് എന്താണ് ഒമേഗ dt + 5. ഒമേഗ dt എന്ന് പറഞ്ഞാൽ എന്ത് വരും സൈൻ ഓഫ് ഒമേഗ d ഇൻറ്റു ടിയുടെ സ്ഥലത്ത് എന്ത് കൊടുക്കാം 2 × td നമുക്ക് എന്ത് കൊടുക്കാം 2π / ഒമേഗ d എന്ന് കൊടുത്തൂടെ, ഒമേഗ d + 5 എന്ന് കൊടുക്കാം. ഇതും ഒമേഗ ഡിയും വെട്ടിപ്പോളോ 4π, അതായത് nπ + 5 എന്ന് പറഞ്ഞാൽ സൈൻ 5 തന്നെ കിട്ടും. അപ്പോൾ അത് നമുക്ക് സൈൻ 5 ആയിട്ട് എടുത്താൽ ദാറ്റ് ഈസ് x2 = x × e raised to -θ. ഇവിടെ വരുന്ന വ്യത്യാസം മനസ്സിലാവണം. ഇവിടെ ഒരു 2 ഉണ്ട്, ആ 2 ഞാൻ ആദ്യം എഴുതുന്നു, -2 × θ × ഒമേഗ n td. ദാറ്റ് ഈസ് ഇവിടെ θ × ഒമേഗ n td ആയിരുന്നു, ഇവിടെ 2 × θ × ഒമേഗ n td ഇൻറ്റു സൈൻ 5. ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഈ 3 ഇക്വേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് നമുക്കൊരു പർട്ടിക്കുലർ കോമൺ ആയിട്ട് നമുക്കൊരു ജനറലൈസ്ഡ് ഇക്വേഷൻ നമ്മൾ ഈ 3 ഇക്വേഷനും വെച്ചിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നു ഫോർ xn ആൻഡ് xn + 1. ഇത് 3ഉം വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് കളയുക, t = 0 വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അടുത്ത ഇവിടെ x1 വന്നപ്പം ഇവിടെ -θ ഒമേഗ n td ഇൻറ്റു സൈൻ 5. എക്സും സൈൻ 5 രണ്ട് സ്ഥലത്തും കോമൺ ആണ്, ഇത് രണ്ടും കോമൺ ആണ്. അവിടെ വ്യത്യാസം വരുന്ന ഈ ഒരു ടേമാണ്. ഈ ഒരു ടേമിൽ x1ൻ്റെ അടുത്ത് ഒന്ന് വന്നു, x2 ആയപ്പം എന്ത് വന്നു -2 × മൾട്ടിപ്ലൈഡ് വന്നു. അങ്ങനെയാണെങ്കിൽ xn = നമുക്ക് എന്തെഴുതാം x × e raised to -n × θ ഒമേഗ n td എന്ന് എഴുതാം ഇൻറ്റു നമുക്ക് എന്തെന്ന് കൊടുക്കാം സൈൻ 5 എന്ന് കൊടുക്കാം. ഇനി xn + 1 ആണെങ്കിൽ ഈ എന്നിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കണമെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, -n + 1 × θ ഒമേഗ n td ഇൻറ്റു നമുക്ക് എന്ത് കൊടുക്കാം സൈൻ 5 എന്ന് കൊടുക്കാം. അപ്പോൾ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ എ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ ബി. അപ്പോൾ xn ഉണ്ട്, നമുക്ക് എന്തുണ്ട് xn + 1 ഉണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത് 2 സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ. തൊട്ടടുത്തുള്ള രണ്ടെണ്ണമാണ്, അതായത് x1ഉം x3യും തമ്മിലുള്ള ഇതല്ല നമ്മൾ നോക്കുന്നത്, x1ഉം x5ഉം തമ്മിലുള്ള അല്ല നോക്കുന്നത്, x1ഉം x2ഉം തമ്മിലുള്ള, അല്ലെങ്കിൽ x2ഉം x3യും തമ്മിലുള്ള, xnഉം xn + 1ഉം തൊട്ടടുത്തുള്ളതും തമ്മിലുള്ള. അപ്പോൾ റേഷ്യോ ഓഫ് 2 സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ ഈസ് ഗിവൻ ബൈ xn / xn + 1 ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ പോലെ x × e raised to -n × θ × ഒമേഗ n × td ഇൻറ്റു പുറത്ത് എന്തോ അതിൻ്റെ കൂടെ എന്തുണ്ട് സൈൻ 5 ഉണ്ട്, ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും അതേപോലെ x × e raised to -n + 1 × θ × ഒമേഗ n × td ഇൻറ്റു സൈൻ 5 വരും. ഈ സൈൻ 5 വെട്ടിപ്പോയി, x വെട്ടിപ്പോയി ആണല്ലോ, ഇതുകൂടെ അങ്ങ് മണ്ടയ്ക്ക് കൊണ്ടുപോകാം. അപ്പോൾ xn / xn + 1 ഈസ് ഈക്വൽ ടു e raised to ഇവിടെ എന്തുണ്ട് ഓൾറെഡി -n × θ ഒമേഗ n td എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതൊക്കെ മുകളിൽ പോകുമ്പോൾ e raised to മൈനസ് എന്ന് പറയുന്ന പ്ലസ് ആവും, n + 1 × θ ഒമേഗ n td എന്നാവും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോലെ e raised to, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് a raised to n × a raised to m, a raised to m × a raised to n, a raised to m + n, e raised to m + n. ഇതിൽ m + n ആകുമ്പോൾ θ നമുക്ക് പുറത്തെടുക്കാം, ഒമേഗ നമുക്ക് പുറത്തെടുക്കാം, td നമുക്ക് പുറത്തെടുക്കാം. ബാക്കി ഇതിനകത്തുള്ളത് -n + n + 1, -n ഉം +n പോയി, ബാക്കി 1 ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു e raised to θ ഒമേഗ n td എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് 2 സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ xn ഡിവൈഡഡ് ബൈ xn + 1 ഈസ് ഈക്വൽ ടു e raised to θ ഒമേഗ n td. ഇതാണ് നമ്മുടെ റിക്വയർഡ് എക്സ്പ്രഷൻ. വാട്ട് ഈസ് θയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഒമേഗ n. ഒന്നുകൂടെ എഴുതാം, θ ഈസ് ഈക്വൽ ടു c/cc. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ടല്ലേ, എന്തായിരുന്നു θയുടെ ഇക്വേഷൻ, c/2m ഒമേഗ n എന്നാണ്. 2m ഒമേഗ n മറന്നു പോകരുതേ. ഇത്രയേ ഉള്ളൂ. അപ്പം c ഈസ് ഈക്വൽ ടു 2m ഒമേഗ n ആണ് θ എന്ന് പറഞ്ഞത്. വാട്ട് ഈസ് ഒമേഗ n? ഒമേഗ എൻ്റെ വാല്യൂ നമുക്ക് ആദ്യമേ പഠിച്ചതാണ്, √k/m. ഓക്കെ. വാട്ട് ഈസ് td? td കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ft, 1/ft. വാട്ട് ഈസ് ft?
എഫ് ഡി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, എഫ് ഡി ഈസ് ഈക്വൽ ടു ടി ഡി ഈസ് ഈക്വൽ ടു നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ തന്നെ ആലോചിച്ചത് 2π ഒമേഗ ഡി. വാട്ട് ഈസ് ഒമേഗ ഡി? ഒമേഗ ഡി ഈസ് ഈക്വൽ ടു ഒമേഗ n ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ടു സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ ഇൻ എനി കണ്ടീഷൻസ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതിലൊരു വേറൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ സീറ്റ കോൺസ്റ്റൻ്റ് ആണ്. കാര്യം സി ബൈ സി ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഒമേഗ n അതും ആ ഒരു വൈബ്രേറ്റീവ് സിസ്റ്റത്തെ സംബന്ധിച്ചോളം ഒരു സ്റ്റിഫ്നെസ് ഒരു മാസം കോൺസ്റ്റൻ്റ് ആണ്. ടി ഡി ഇറ്റ് വിൽ ഓൾസോ ബി കോൺസ്റ്റൻറ്റ്. ടൈം പീരീഡ് ഓരോ സൈക്കിളിലും എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വിൽ ബി കോൺസ്റ്റൻറ്റ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ കുറയുന്നെങ്കിലും സൈക്കിളിൽ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് വിൽ ബി കോൺസ്റ്റൻറ്റ് ഓരോ സൈക്കിളിൻ്റെയും. അപ്പം ഈ ഒരു ഇ റൈസ് ടു ഇത്രയും ടേം ചെയ്യുമ്പോഴത്തേക്ക് വിച്ച് ഈസ് ഈക്വൽ ടു എ എന്തെന്ന് പറയാൻ പറ്റും? കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റും. സോ വി ഹാവ് അനദർ എന്താണ് കൺസെപ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഒരു കണ്ടീഷൻ എന്ന് പറയാൻ പറ്റും. അത് എവിടെയാണ്? ദ റേഷ്യോ ഓഫ് ടു സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യാനും ഈ ഒരു ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ സി, ദാറ്റ് മീൻസ് ഇക്വേഷൻ സി ഷോസ് ദാറ്റ് എന്താണ്? ദ റേഷ്യോ ഓഫ് ടു സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. അത് ഏത് വൈബ്രേഷൻ ആണെന്ന് ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്തില്ല, അത് അറിയാമല്ലോ, ലോഞ്ചിറ്റ്യൂഡിനൽ ഡാംപ്ഡ് വൈബ്രേഷൻസ്. അപ്പം ഈസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടി. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ലോഗരിഥമിക് ഡിക്രിമെൻറ്റ്. അപ്പോൾ ഇത് ചോദിച്ചാലും ഇത്രയും കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ലോഗരിഥമിക് ഡിക്രിമെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ടേം എന്ത് ചെയ്യാൻ പറ്റൂ? ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റൂ. ഡിക്രിമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ടേം ഡെൽറ്റ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഡെൽറ്റ നേരത്തെ ഉപയോഗിച്ചായിരുന്നു. എന്തിനാണെന്ന് ഓർമ്മയുണ്ടാവോ? എന്തുവായിരുന്നു നമ്മൾ നേരത്തെ ഡെൽറ്റയ്ക്ക് ഉപയോഗിച്ചത്? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ആയിരുന്നു, അതല്ലേ? അപ്പോൾ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഡെൽറ്റ എന്ന് പറയുന്ന സാധനം ഇവിടെ സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ അല്ല, നമ്മൾ ലോഗരിഥമിക് ഡിക്രിമെൻറ്റിന് ഡെൽറ്റയാണ് ഉപയോഗിക്കുന്നത്, ഓർത്തോളണം കേട്ടോ. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ ലോഗരിഥമിക് ലോഗ് ഓഫ് എന്താണ് ടു സക്സസീവ് റേഷ്യോ ഓഫ് ദ ടു സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ. അപ്പോൾ രണ്ട് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻസിൻ്റെ റേഷ്യോ എടുത്തിട്ട് അതിൻ്റെ ലോഗിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലോഗരിഥമിക് ഡിക്രിമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റും, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the natural logarithm of എന്താണ്? റേഷ്യോ ഓഫ് ടു സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് ആൻ അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം അല്ലേ? സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉണ്ട്. അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ഫ്രീ ഡാംപ്ഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ സിസ്റ്റം ആണെന്ന് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ അണ്ടർ ഡാംപ്ഡ് എന്നങ്ങ് പ്രസൻറ്റ് ചെയ്താണ്. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ് ആയിരിക്കും. കോൺസ്റ്റൻറ്റിൻ്റെ റേഷ്യോ ഒരു കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇത് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് by delta and it is say dimensionless quantity. ഇതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ് അല്ലേ ഡെൽറ്റ. അപ്പോൾ ഡെൽറ്റ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കിയാൽ ഡെൽറ്റ ഈസ് എ നാച്ചുറൽ ലോഗരിതം ഓഫ് ln log ഓഫ് രണ്ട് സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് വൈബ്രേഷൻ്റെ റേഷ്യോ xn/xn+1 അതിൻ്റെ ലോഗ്. ദാറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് ഇതിന് രണ്ടിനും കൂടെ റേഷ്യോ നമുക്ക് ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. e⁻⁻θ ഒമേഗ n ഇൻറ്റു ടി ഡി ലോഗ് ഓഫ് അല്ലെങ്കിൽ എല്ലാം ലോഗ് ഓഫ് e⁻സംതിങ് നാച്ചുറൽ ലോഗരിതം ആണല്ലോ. e⁻x ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു x ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ ഡെൽറ്റ e⁻ അങ്ങ് പോയിട്ട് θ ഇൻറ്റു ഒമേഗ n ടി ഡി. ഇത് എപ്സിലോൺ അല്ല കേട്ടോ, ഞാൻ പറഞ്ഞു നമ്മൾ സീറ്റയുടെ ഇത് വേറൊരു രീതിയിൽ നമ്മൾ എളുപ്പത്തിൽ ഇങ്ങനെ എപ്സിലോൺ എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഡെൽറ്റയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സീറ്റ, അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു θ ഒമേഗ n ടി ഡി. ഇത്രയും സാധനങ്ങളാണ്
കണ്ടുപിടിക്കാനുള്ള പഠിച്ചു തീർന്നു. ലോഞ്ചൂൾ വൈബ്രേഷൻ തീർന്നു. ഇത് വെച്ചിട്ട് ഇനി ഒരു 5 പ്രോബ്ലം കൂടെ ആകുമ്പം നമ്മുടെ ലോഞ്ചൂളർ വൈബ്രേഷൻസ് കഴിയും. അപ്പോൾ ഇത് ഒന്ന് റിവൈൻഡ് ചെയ്താൽ നമ്മൾ പഴയതായിട്ട് പോയാൽ ലോഗരിഥം ഡിക്രിമെൻറ്റ് വന്നു. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ എന്താണ് അണ്ടർ ഡാംഡ് സിസ്റ്റം എന്ന് പഠിച്ചു, ക്രിട്ടിക്കലി ഡാംഡ് ഓവർ ഡാംഡ് സിസ്റ്റം പഠിച്ചു. അത് നമ്മളൊരു ഡെറിവേഷൻ്റെ ഇടയ്ക്ക് വെച്ച് കിട്ടിയതാണ്. അത് നമ്മൾ ഈ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ഫ്രീ ഡാംഡ് ലോഞ്ചുലർ വൈബ്രേഷൻ എന്നാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡാഷ്ബോർഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റിനെ കുറിച്ച് പഠിച്ചത്. ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് സീരീസ് പാരലൽ കണക്ട് ചെയ്താന്ന് പഠിച്ചു. പിന്നെ അതിന് മുമ്പ് അതിൻ്റെ പ്രോബ്ലംസ് സ്പ്രിങ്സ് സീരീസ് പാരലൽ വെച്ച് ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിച്ച് അവിടെ നിന്ന് നാച്ചുറൽ ഫ്രീക്വൻസിയുടെ പ്രോബ്ലംസ് നമ്മൾ പഠിച്ചായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള പഠിച്ചു. പിന്നെ സീരീസ് പാരലൽ വരുമ്പോഴത്തേക്ക് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ സീരീസ് പാരലൽ വരുന്ന കേസസ് സ്റ്റിഫ്നെസ് പഠിച്ചു, എന്താണ് സ്റ്റിഫ്നെസ് എന്ന് പഠിച്ചു. പിന്നെ അതിന് മുമ്പുള്ള നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ പ്രോബ്ലംസ് പഠിച്ചു. ഇനി ആ നാച്ചുറൽ ഫ്രീക്വൻസി എനർജി മെത്തേഡ് ഉപയോഗിച്ചും നമ്മളെന്താണ് ഈക്വിലിബ്രിയം പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്തു. അപ്പോൾ അതിന് മുമ്പ് വൈബ്രേഷൻസിൻ്റെ ടൈപ്സ് പഠിച്ചു. ലോഞ്ചിറ്റ്യൂണൽ വൈബ്രേഷൻ എന്നാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പോയത്. അതിൽ ഡാംബിടും പഠിച്ചു, അൺഡാംബിടും പഠിച്ചു. പിന്നെ അതിന് മുമ്പ് വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഒറ്റ സ്ട്രെച്ചിന് ഇത്രയും തീർത്ത് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു വീഡിയോ കൂടെ ആകുമ്പോൾ വി ഹാവ് എവരിത്തിങ്. നമുക്ക് ചോദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചോദിക്കുന്ന എല്ലാം ആവും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പ്രോബ്ലംസ് കൂടെ ഡിസ്കസ് ചെയ്ത് ഇത് അവസാനിപ്പിക്കാം.